ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു മാൽവെയർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. അതുപോലെ ആ മാൽവെയർ എങ്ങനെ നമുക്ക് മറ്റൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിവൈസിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് റിവേഴ്സൽ എടുക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെ എങ്ങനെ സ്പൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് നമ്മളുടെ വിക്ടിം ഡിവൈസ് ആയിട്ട് നമ്മളിവിടെ ഉബുണ്ടുവിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉബുണ്ടു ചൂസ് ചെയ്തു. ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞാൻ എന്ത് ചെയ്തു, വിക്ടിം ആയിട്ട് എടുത്തു. ദെൻ അറ്റാക്കർ മെഷീനായിട്ട് ഞാൻ എൻ്റെ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന കാലി ലിനക്സ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു മലീഷ്യസ് കോഡ് അല്ലെങ്കിൽ ഒരു മാൽവെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മാൽവെയർ ജനറേഷൻ ടൂളായിട്ടുള്ള MSF Venom യൂസ് ചെയ്യുന്നു. MSF Venom. ദെൻ പ്ലാറ്റ്ഫോം ഞാൻ ചൂസ് ചെയ്യുന്നു ലിനക്സിൻ്റെ ആർക്കിടെക്ചർ. നമ്മളുടെ ടാർഗറ്റ് ഇവിടെ 64 ബിറ്റ് അല്ലെങ്കിൽ 32 ബിറ്റ്. ഇവിടെ നമ്മളുടെ ആർക്കിടെക്ചർ 64 ബിറ്റ് ആണ്. ദെൻ ഞാൻ എടുക്കുന്ന എന്താണ്, മീറ്റർ പീറ്റർ ഷെല്ലാണ് ഞാൻ എടുക്കുന്നത്. ദെൻ റിവേഴ്സ് TCP. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന മാൽവെയർ എന്താണ്, റിവേഴ്സ് കണക്ഷൻ എടുക്കേണ്ട ഒരു മാൽവെയർ ആണ്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ എന്താണ്, 64 ബിറ്റ് ആണ്. എൻ്റെ ടാർഗറ്റ് ഉബുണ്ടു ആണ്. ഇനി ഇത് നിങ്ങൾ വിൻഡോസിലേക്കാണ് ഈ അറ്റാക്ക് നടത്തുന്നതെങ്കിൽ നമ്മളിവിടെ ലിനക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യും, വിൻഡോസ് എന്ന് കൊടുക്കും. ദെൻ വിൻഡോസ് 64 ബിറ്റ് മീറ്റർ പീറ്റർ റിവേഴ്സ് TCP, അതാണ് നമ്മളുടെ പേലോഡിൻ്റെ പേര്. ഓക്കെ, പേലോഡൊക്കെ നമുക്കറിയാം, മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്കിൽ ഡീഫാൾട്ട് ആയിട്ട് ഓൾറെഡി എന്തുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേലോഡുകളുണ്ട്. സോ അത് കസ്റ്റമൈസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ പുതിയത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണേത്, MSF Venom എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, പ്ലാറ്റ്ഫോം ഏതാണെന്ന് കൊടുത്തു. ഇനി എൽ ഹോസ്റ്റ് നമുക്ക് എങ്ങോട്ടാണ്, നമ്മളുടെ ഡിവൈസിലേക്കാണ് കണക്ഷൻ കിട്ടേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കാലി ലിനക്സിൻ്റെ IP അഡ്രസ്സ് കൊടുക്കുന്നു. ഓക്കെ, കാലി ലിനക്സിൻ്റെ IP അഡ്രസ്സ് 192.168.1.109. സോ ഞാനത് ഇവിടെ കൊടുത്തു. ദെൻ എൽ പോർട്ട് ഞാൻ സെറ്റ് ചെയ്യണം. എൽ പോർട്ട് 5252. ഞാനൊരു പോർട്ടും സെറ്റ് ചെയ്തു. ദെൻ നമ്മൾ ഇതിൻ്റെ ഫോർമാറ്റ് കൊടുക്കുന്നതാണ് -f എന്ന് കൊടുക്കുന്നു. ദെൻ ഇതൊരു ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു malware.elf. ഓക്കെ, ഇപ്പം ഞാൻ എന്താ ചെയ്തത്, എൻ്റെ കാലി ഡിവൈസിൽ ഒരു മാൽവെയർ ജനറേറ്റ് ചെയ്തു. നമ്മളുടെ പൈത്തൺ സെർവർ അപ്പ് ചെയ്തിട്ട് ഒരു വെബ് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി ടാർഗറ്റിനെ കൊണ്ട് അത് ഡൗൺലോഡ് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ ഉദ്ദേശം എന്താണ്, ടാർഗറ്റിലേക്ക് ഈ ഒരു മാൽവെയർ കോഡ് എത്തിക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മളുടെ IP അഡ്രസ്. ദെൻ ഞാൻ എൻ്റെ വിക്ടിം ഡിവൈസ് ആയിട്ടുള്ള ഉബുണ്ടുവിലേക്ക് മാറി സ്വിച്ച് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഫയൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യുന്നു. wget .109. പോർട്ട് നമ്പർ ഞാൻ യൂസ് ചെയ്തത് 8002 എന്നുള്ളതാണ്. ദെൻ ഫയലിൻ്റെ പേര് ഞാൻ കൊടുത്തത് malware.elf. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഫയലിനെ വിക്ടിം ഡിവൈസിലേക്ക് എത്തിച്ചു. ഈ ഒരു malware.elf എന്ന് പറയുന്ന ഫയൽ ഇവിടെ റൺ ആയാൽ നമുക്ക് എന്ത് കിട്ടണം, റിവേഴ്സ് കണക്ഷൻ കിട്ടണം. സോ നമുക്കറിയാം, റിവേഴ്സ് കണക്ഷൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സെറ്റ് ചെയ്ത പോർട്ട് നമ്മൾ ലിസൺ ചെയ്യണം. ഓക്കെ, നമ്മൾ ആ ഒരു പോർട്ടിൽ നമ്മളുടെ കാലി എവിടെയാണോ, കാലിയിൽ എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ പോർട്ട് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തല്ലോ, 5252 എന്ന് പറയുന്ന ഒരു പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പോർട്ട് എന്ത് ചെയ്യണം, ഞാൻ ലിസൺ ചെയ്യണം. ലിസൺ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ MSF കൺസോളിലെ ഒരു മൊഡ്യൂളാണ്, നമ്മൾ മൾട്ടി ഹാൻഡ്ലർ എന്ന് പറയും. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്യാം, യൂസ് മൾട്ടി ഹാൻഡ്ലർ എന്ന് കൊടുക്കുക. ഇത് നമുക്ക് ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ലിസൺ ചെയ്യാൻ നമുക്ക് NC-LNVP, നോർമൽ നമ്മൾ യൂസ് ചെയ്യാറ് ഏതാണ്, NC -LNVP. അതേപോലെ ആ ഒരു പർട്ടിക്കുലർ പോർട്ട് നമ്പർ, അതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്. പക്ഷേ ഒരു ആക്റ്റീവ് കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് നെറ്റ്കാറ്റ് ടൂൾ പോരാ, NC ടൂൾ പോരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, MSF കൺസോളിലെ ഒരു മൊഡ്യൂൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവേഴ്സ് കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു മൾട്ടി ഹാൻഡ്ലർ മൊഡ്യൂൾ ഞാൻ ലോഡ് ചെയ്തു. ഇനി അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് എൽ ഹോസ്റ്റ് സെറ്റ് ചെയ്യണം. സെറ്റ് എൽ ഹോസ്റ്റ്
192 എൻ്റെ കാലിയുടെ IP തന്നെ 192.168 1.109 1.109 ഞാൻ എന്ത് ചെയ്തു, എൽ ഹോസ്റ്റ് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എൽ പോർട്ട് സെറ്റ് ചെയ്യണം, എൽ പോർട്ട് 5252. മാത്രമല്ല നമ്മൾ അവിടെ യൂസ് ചെയ്ത പേലോഡ് ഏതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ സെറ്റ് ചെയ്യണം. സെറ്റ് പേലോഡ്. നമ്മൾ ഏത് പേലോഡാണ് യൂസ് ചെയ്തത്? ലിനക്സ്. നമ്മൾ മുകളിൽ അത് കോപ്പി ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മതി. ലിനക്സ് 64-bit മീറ്റർ റിവേഴ്സ് TCP. സോ ഞാൻ എന്ത് ചെയ്തു, ഈ 3 വാല്യൂസും സെറ്റ് ചെയ്തു. എൽ ഹോസ്റ്റ്, എൽ പോർട്ട്, പേലോഡ്, ഇത് 3ഉം സെറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, റൺ എന്ന് കൊടുക്കുക. സോ ഇവരെന്ത് ചെയ്തോളും, ഈ മൾട്ടി ഹാൻഡ്ലർ മൊഡ്യൂൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സിസ്റ്റത്തിൽ ലിസണിങ് ഓൺ ആക്കി വെക്കും. // ഈ ഫയൽ നമ്മൾ പെർമിഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് അയക്കാം. ദെൻ നമ്മൾ ഈ ഒരു ഫയൽ റൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾക്ക് ഒരു മീറ്റർ ഷെല്ല് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ഉബുണ്ടു ഡിവൈസിലേക്കുള്ള ആക്സസ് നമുക്ക് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ നമ്മുടെ ടാർഗറ്റ് മെഷീനിൻ്റെ ഷെല്ല് നമുക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അവരുടെ ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഡയറക്ടറി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന മാൽവെയർ ക്രിയേഷൻ എന്ന് പറയുന്നത്.